പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് മെച്ചം എന്നുള്ളതാണ്. കമ്പയർ ചെയ്യാണ് രണ്ടുപേരിൽ ആർക്കാണ് മെച്ചം കിട്ടുന്നതെന്ന്. ഔസേപ്പിനും അബുവിനും വ്യത്യസ്ത ഇനം തെങ്ങുകളാണ് ഉള്ളത്. ഔസേപ്പിന് 20 തെങ്ങുകളും അബുവിന് 18 തെങ്ങുകളും. രണ്ടു പേർക്കും കഴിഞ്ഞ വർഷം കിട്ടിയ തേങ്ങയുടെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ജനുവരി, ഏപ്രിൽ, ആഗസ്റ്റ്, നവംബർ. അപ്പം 2 മാസം കൂടുമ്പോഴാണ്. ജനുവരി പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി പറിക്കില്ല, മാർച്ചിലും പറിക്കില്ല, ഏപ്രിലാണ് പിന്നെ പറിക്കുന്നത്. പിന്നെ ഏപ്രിൽ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയ്, ജൂൺ 2 മാസം കഴിഞ്ഞ് പിന്നെ ആഗസ്റ്റിൽ പറിക്കും. ആഗസ്റ്റിൽ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ കഴിഞ്ഞ് നവംബറിൽ പറിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഔസേപ്പിന് ജനുവരിയിൽ 160 കിട്ടുമ്പോൾ അബുവിന് 200 തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഏപ്രിലിൽ ഔസേപ്പിന് 280 കിട്ടിയപ്പോൾ അബുവിന് 264. ആഗസ്റ്റിൽ അപ്പോൾ രണ്ടാമത്തെ പറിക്ക് ഔസേപ്പിനാണ് മെച്ചം. ആഗസ്റ്റിൽ ഔസേപ്പിന് 200 കിട്ടിയപ്പോൾ അബുവിന് 240. മൂന്നാമത്തെ പറിക്കലിന് അബുവിന് മെച്ചമായി. നവംബറിൽ ഔസേപ്പിന് 260 കിട്ടിയപ്പോൾ അബുവിന് 160. നാലാമത്തെ പറിക്കലിൽ അബുവിന് നഷ്ടമാണ്, ഔസേപ്പിന് മെച്ചം. അപ്പോൾ ഒരു പറിക്ക് ഔസേപ്പിന് മെച്ചമാണെങ്കിൽ മറ്റേ പറിക്ക് അബുവിന് മെച്ചമായിരിക്കും. അങ്ങനെ മാറി മാറിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് മെച്ചമായിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കണമെങ്കിൽ, അപ്പോൾ ഏതിനം തെങ്ങിൽ നിന്നാണ് കൂടുതൽ തേങ്ങ കിട്ടിയത്? അപ്പോൾ രണ്ടുപേരുടെയും വ്യത്യസ്തമായ തെങ്ങുകളാണ്. അപ്പോൾ ഏത് തെങ്ങാണ്, ആരുടെ തെങ്ങുകൾക്കാണ് നല്ലതെന്ന് കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ കാണുന്നത്. ആദ്യം ഔസേപ്പിന് മോശമായിരുന്നു, പിന്നീട് ഔസേപ്പിന് നന്നായി, പിന്നീടും ഔസേപ്പിന് മോശമായിരുന്നു, പിന്നീട് ഔസേപ്പിന് നന്നായി. അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടുപേരുടെ കേസിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ, ആകെ തേങ്ങയുടെ എണ്ണം മാത്രം നോക്കി കൂടുതൽ വിളവ് ഏതിനം തെങ്ങിനാണെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. കൂടുതൽ എണ്ണ ഏതിനാന്ന് നോക്കി പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെ തീരുമാനിക്കും? ഓരോ ഇനത്തിലും ഒരു തെങ്ങിൽ നിന്നും കിട്ടിയ ശരാശരി തേങ്ങയുടെ എണ്ണം കണക്കാക്കാം. അപ്പോൾ ഓരോ ഇനത്തിലും ഒരു തെങ്ങിൽ നിന്നും കിട്ടിയ ശരാശരി തേങ്ങയുടെ എണ്ണമാണ് ഇവിടെ കണക്കാക്കേണ്ടത്. ഒരു തെങ്ങിൽ നിന്നും ശരാശരി എത്ര തേങ്ങ കിട്ടും? ഔസേപ്പിന്റെ തെങ്ങിൽ നിന്നാണോ ഒരു തെങ്ങിൽ നിന്നും കൂടുതൽ കിട്ടുന്നത്, അത് അബുവിന്റെ തെങ്ങിൽ നിന്നാണോ ഒരു തെങ്ങിൽ നിന്ന് കൂടുതൽ കിട്ടുന്നത് കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു ശരാശരി കണക്കാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഔസേപ്പിന് ഒരു തെങ്ങിൽ നിന്ന് ശരാശരി എത്ര തേങ്ങ കിട്ടി, അബുവിന് ഒരു തെങ്ങിൽ നിന്നും ശരാശരി എത്ര തേങ്ങ കിട്ടി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഏതിനും തെങ്ങിനാണ് കൂടുതൽ വിളവെന്ന് കാണാമല്ലോ. അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഔസേപ്പിന്റെ കണക്കെടുക്കുകയാണ്. ഔസേപ്പിന് ഒരു തെങ്ങിലെ ശരാശരി തേങ്ങ അപ്പം തുക ബൈ എത്ര എണ്ണം എന്നതാണ്. തുക ബൈ എണ്ണം. തുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔസേപ്പിന് ആകെ കിട്ടിയ തേങ്ങകളുടെ എണ്ണം ബൈ തെങ്ങിന്റെ എണ്ണമാണ്. ഇവിടെ നമ്മൾ ഔസേപ്പിന് ആകെ കിട്ടിയ തേങ്ങകളുടെ എണ്ണം എന്ന് വെച്ചാൽ 160, 280, 200, 260. അപ്പോൾ ഇത്രയും തേങ്ങ എത്ര തെങ്ങിൽ നിന്നാണ് ഔസേപ്പിന് കിട്ടുന്നത്? 20 തെങ്ങിൽ നിന്നാണ് ഔസേപ്പിന് ഇത്രയും തേങ്ങ കിട്ടുന്നത്, അല്ലേ? 20 തെങ്ങിൽ നിന്നും ഒരു വർഷം ഔസേപ്പിന് കിട്ടുന്ന തേങ്ങകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്കൊരു തെങ്ങിന്റെ ശരാശരി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കൂട്ടി നോക്കാം. 160, 280, 200, 260. അപ്പം 0,
6 6 12 8 20 ശിഷ്ടം 2 2 1 3 3 2 5 5 2 7 7 2 9 900 എന്ന് കിട്ടി. അപ്പം 900/20. അപ്പോൾ ഇതിനെ നമുക്ക് ലഘൂകരിക്കാം. 900/20 നമുക്ക് 2 കൊണ്ട് ലഘൂകരിക്കാം. വേണ്ട, 10 കൊണ്ട് ലഘൂകരിക്കാം. 10 കൊണ്ട്. അപ്പോൾ എത്ര വരിക? 90/2 എന്ന് പറയും. 90/2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90യുടെ പകുതി 45. അപ്പോൾ ഔസേപ്പിന് ഒരു തെങ്ങിൽ നിന്ന് ഒരു വർഷം 45 തേങ്ങ കിട്ടും. ഒരു വർഷമാണ് കേട്ടോ. ഇനി നമുക്ക് അബുവിന്റെ കണക്കെടുത്ത് നോക്കാം. അടുത്ത ആരാണ്? അബു. അബുവിന് ഒരു തെങ്ങിലെ ശരാശരി തേങ്ങ, ഒരു തെങ്ങിലെ തുക ബൈ എണ്ണം എത്രയാണ്? 200 പ്ലസ് 264 പ്ലസ് 240 പ്ലസ് 160 ബൈ 2 3 4. എത്ര തെങ്ങാണ് അബുവിനുള്ളത്? 18 തെങ്ങാണ് അബുവിനുള്ളത്. അപ്പോൾ 18 തെങ്ങിൽ നിന്നും ഒരു വർഷം കിട്ടിയ തേങ്ങയാണ് ഇത്രയും. അപ്പോൾ ഒരു തെങ്ങിൽ നിന്ന് എത്ര കിട്ടും നമുക്ക് നോക്കാം. ഇതൊന്ന് നമുക്ക് കൂട്ടി നോക്കാം. 200 264 240 160 4 6 4 10 6 16 6 ശിഷ്ടം 1 2 2 4 2 6 2 8 864/18. ഇത് നമുക്ക് ലഘൂകരിക്കാം. 2 കൊണ്ട് ലഘൂകരിക്കാം. 864 പകുതി വെച്ചാൽ 432/9 നമുക്ക് കിട്ടി. 432/9 വീണ്ടും നമുക്ക് 3 കൊണ്ട് ലഘൂകരിക്കാം. അപ്പം 4 ഒരു തവണ 13 14 3 12 1 ശിഷ്ടം 12 144/3 9 3 ഹരിച്ച 3. അപ്പം 144 3 കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്കിവിടെ ഹരിക്കാം. 144 ഹരിക്കണം 3. 3 12 ശിഷ്ടം 2 24 3 8 24 48 എന്ന് കിട്ടും. അപ്പം അബുവിന് ഒരു തെങ്ങിൽ നിന്നും ഒരു വർഷം 48 തേങ്ങ കിട്ടും. അബുവിന് ഒരു തെങ്ങിൽ നിന്ന് ഒരു വർഷം 48 തേങ്ങ കിട്ടും. അതുപോലെ തന്നെ ഔസേപ്പിന് ഒരു വർഷം 45 തേങ്ങ കിട്ടും. അപ്പോൾ ആരുടെ ഇതാണ് മെച്ചം? 45 48 മെച്ചം? ഒരു വർഷം അബുവിന്റെ തെങ്ങാണ് മെച്ചം. അപ്പോൾ ആരുടെ തെങ്ങാണ് മെച്ചം? അതുകൊണ്ട് അബുവിന്റെ തെങ്ങാണ് മെച്ചം, അല്ലേ?
അബുവിൻ്റെ തെങ്ങാണ് മെച്ചം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഔസേപ്പിൻ്റെ ശരാശരി കണ്ടുപിടിക്കുക. ഒരു തെങ്ങിൽ നിന്നും കിട്ടുന്നത് 45. അതുപോലെ അബുവിൻ്റെ ശരാശരി കണ്ടുപിടിക്കുക, അത് 48. ഇപ്പം 48 മെച്ചം. അതുകൊണ്ട് അബുവിൻ്റെ തെങ്ങാണ് മെച്ചം.